നമ്മൾ തോരൻ വയ്ക്കാൻ പോവുകയാണ്. അതിന് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ, നന്നായിട്ട് ചതയരുത്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് ചേർക്കുക. ഇതൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊയ്യട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കുക. ഈ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കറിയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം സവാളയുടെയൊക്കെ കളറൊന്ന് മാറി മുളകൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നാളികേരം ഇട്ട് കൊടുക്കുക. തീയ ഇനി ചെറുതാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ. ചെറുതാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിക്കതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച അമരപ്പയർ ഇട്ട് കൊടുക്കുക. ചള്ള അമരപ്പയറാണ് നല്ലത്. മൂത്തതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പയർ മാത്രം എടുത്താൽ മതി, തൊലി എടുക്കണ്ട. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഇതിലൊഴിക്കേണ്ട കേട്ടോ. ഇത് അടച്ചു വെച്ച് ഒന്ന് ആവി വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കും. ചെറിയ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. അടച്ചു വയ്ക്കുക. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. അതേ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആവിയൊക്കെ വന്ന് ചെറുതായിട്ടൊരു വെള്ളം വന്നു കേട്ടോ. ആവിയിലത്തെ വെള്ളമൊക്കെ ആയി. ഇനി നമ്മൾ വീണ്ടും ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് മതി ഇത് വേവാൻ കേട്ടോ. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ അതേ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അമരപ്പയറിൻ്റെ കളർ മാറിയത് കണ്ട. അപ്പോൾ വെന്ത് തുടങ്ങിയെന്നാണ് അർത്ഥം. ആ പച്ച കളർ മാറി വരും, അപ്പോഴാണ് അത് വെന്തെന്ന് മനസ്സിലാവുക. ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് ചള്ളായതുകൊണ്ട് വേഗം വെന്തു. അപ്പോൾ നമ്മുടെ കറി ഉപ്പേരി റെഡിയായി കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയൊക്കെ, വേഗം കഴിയില്ലയോ, അധികം സാധനങ്ങളൊന്നും അരിയാനില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.